പിറന്ന നാടിനു വേണ്ടി പോരാടി എന്ന കാരണത്താൽ ബ്രിട്ടീഷ് പട്ടാളം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസമാണ് മാർച്ച് 23 എന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഭഗത് സിംഗ് എന്ന ധീരനായ പോരാളി പകർന്ന വിപ്ലവ ചൂട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കുറയുന്നുമില്ല. 23-ാം വയസ്സിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി രക്തസാക്ഷിയായ ധീര ദേശാഭിമാനിയാണ് ഭഗത് സിംഗ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന്റെ പേരിൽ 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. 1907 സെപ്റ്റംബർ 28-ന് പഞ്ചാബിൽ ബൽഗലായപ്പൂരിലാണ് ഭഗത് സിംഗ് ജനിക്കുന്നത്. കുട്ടിക്കാലത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമേന്തി പോരാടണം എന്ന നിശ്ചയദാർഢ്യം ആ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് 1919 ഏപ്രിൽ 13-ലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 12 വയസ്സുള്ള വിദ്യാർത്ഥിയായ ഭഗത്തിന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. അവിടുത്തെ ചോരയിൽ കുതിർന്ന ഒരുപിടി മണ്ണ് അദ്ദേഹം കൂടെ കൊണ്ടു നടന്നിരുന്നു എന്നാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് അദ്ദേഹം വായിച്ചിരുന്ന യൂറോപ്പിലെ വിപ്ലവ സംഘടനകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തെ മാർക്സിസ്റ്റോട് അടുപ്പിക്കുകയും ചെയ്തു. അക്രമരഹിതമായ സമര മാർഗങ്ങളെക്കാൾ സായുധ പോരാട്ടമാണ് നല്ലതെന്ന് ഭഗത് സിംഗ് വിശ്വസിക്കുകയും ചെയ്തു. 1926-ൽ ഭഗത് സിംഗ് നവജവാൻ ഭാരത് സഭ രൂപീകരിച്ചു. 2 വർഷത്തിന് ശേഷം നവജവാൻ ഭാരത് സഭ പുനഃസംഘടിപ്പിച്ച് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുക, സമത്വ അധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര ഭരണം സ്ഥാപിക്കുക, ഇതായിരുന്നു ഭഗത് സിംഗിന്റെ ലക്ഷ്യങ്ങൾ. 1929 ഏപ്രിൽ 8-ന് തൊഴിൽ തർക്ക ബില്ലും പൊതുബില്ലും സുരക്ഷാ ബില്ലും അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരം ഭഗത് സിംഗും കൂട്ടരും ചേർന്ന് ആക്രമിച്ചു. വളരെ ആഘാതശേഷി കുറഞ്ഞ പടക്കം പോലെയുള്ള ചില വസ്തുക്കളാണ് അവർ ഉപയോഗിച്ചത്. ആർക്കും പരിക്കേൽക്കാത്ത വിധമാണ് ഇത് പൊട്ടിച്ചത്. അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഭഗത് സിംഗും കൂട്ടരും അറസ്റ്റിന് വിധേയരാകുകയും ചെയ്തു. അതായത് അടുത്ത കാലത്ത് മൗദൂദി ചാനലിലെ സി ദാവൂദ് പറഞ്ഞതുപോലെ മജിസ്ട്രേറ്റിനെ കൊല്ലാൻ കോടതിയിൽ കൊണ്ടുപോയി രഹസ്യമായി ബോംബ് വെച്ച ഭീരു ആയിരുന്നില്ല ഭഗത് സിംഗ്. കൊല്ലാനായി ബോംബ് എറിഞ്ഞിട്ടുമില്ല. പോലീസിനെ കണ്ടപ്പോൾ അയാൾ ഓടിയിട്ടുമില്ല. അതേപോലെ ലാല ലജ്പത് റായിയുടെ മരണത്തിന് പകരം വീട്ടാൻ പോലീസ് മേധാവി സ്കോട്ടിനെ വധിക്കാനാണ് ഭഗത് സിംഗും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദും നിയോഗിക്കപ്പെട്ടത്. എന്നാൽ സ്കോട്ടിന് പകരം ജോൺ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്. ജോൺ സാൻഡേഴ്സ് വധക്കേസിലും അസംബ്ലിയിൽ ബോംബെറിഞ്ഞു എന്ന കേസിലുമാണ് ഭഗത് സിംഗ് കോടതിയിൽ വിചാരണ നേരിട്ടത്. അല്ലാതെ ഇരുട്ടുമുറിയിൽ വെച്ച് സി ദാവൂദ് പറഞ്ഞതുപോലെ ഒളിച്ചുപോയി കോടതിയിൽ ബോംബ് വെച്ച കുറ്റത്തിനല്ല ഭഗത് സിംഗ് രക്തസാക്ഷിയായത്. വിചാരണ എന്ന പ്രഹസനത്തിന് ശേഷം ആ ധീര ദേശാഭിമാനികളെ ബ്രിട്ടീഷ് സാമ്രാജ്യം തൂക്കിലേറ്റി. മരണത്തിലേക്ക് നടക്കുമ്പോൾ മരണത്തിന്റെ മുൻപിൽ കറുത്ത മൂടുപടം ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തൂക്കുകയർ കഴുത്തിലണിഞ്ഞ് വിപ്ലവം ജയിക്കട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് മുദ്രാവാക്യം മുഴക്കിയാണ് ഭഗത് സിംഗ് രക്തസാക്ഷിയായത്. ഭഗത് സിംഗ് എന്ന പേരിനോടൊപ്പം നാം ഓർമ്മിക്കേണ്ട 2 പേരുകളാണ് സുഖദേവും രാജ്ഗുരുവും. ഇവരെ തൂക്കിക്കൊന്ന ബ്രിട്ടീഷ് അധികാരികൾ പുറത്ത് കാത്തുനിന്ന ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അവരുടെ മൃതദേഹങ്ങൾ കാണാനുള്ള അവസരം പോലും കൊടുത്തില്ല. ജയിലിന്റെ പുറകുവശത്തെ മതിൽ വെട്ടിപ്പൊളിച്ച് മൃതദേഹങ്ങൾ ലാഹോറിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ വെച്ച് കത്തിച്ചു കളയുകയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകി ജയിൽ മോചിതരായി വന്നവർ രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ കാലത്ത് മനുഷ്യസ്നേഹികളും ദേശസ്നേഹികളുമായിരുന്ന ഈ അനശ്വര രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. സവർക്കറുടെ ചരിത്രമല്ല നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും, അത് ഭഗത് സിംഗിനെ പോലുള്ളവരുടെ ചരിത്രമാണ്.